ഹിന്ദു ന്യൂസ് പേപ്പറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണിത്. അതായത് സുപ്രീം കോർട്ടിൽ പുതിയൊരു ഓർഡിനൻസ്, സുപ്രീം കോടതി ജഡ്ജിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഓർഡിനൻസ് പ്രസിഡൻറ്റ് പ്രൊമിഗുലേറ്റ് ചെയ്തു. അപ്പോൾ സുപ്രീം കോടതി ജഡ്ജിൻ്റെ എണ്ണം 33 നിന്ന് 37 ആക്കണമെന്നാണ് പുതിയൊരു ഓർഡിനൻസ് പറയുന്നത്. അപ്പോൾ നമുക്ക് റീസെൻ്റ്ലി സുപ്രീം കോടതിയിൽ എത്ര ജഡ്ജാണ് ഉള്ളത് നോക്കാം. 33 ജഡ്ജാണെന്ന് ആ ന്യൂസിൽ പറയുന്നുണ്ട്. അപ്പം സുപ്രീം കോടതി, നമ്മുടെ സുപ്രീം കോടതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ആ വീഡിയോയിൽ നമ്മൾ സുപ്രീം കോടതിയുടെ എല്ലാ ആർട്ടിക്കിളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 124ാമത്തെ ആർട്ടിക്കിൾ 124th ആർട്ടിക്കിളിലെ ക്ലോസിൽ പറയുന്നുണ്ട്, അതായത് സുപ്രീം കോടതി വേണം. അതിൻ്റെ കൂടെ ഫസ്റ്റ് സുപ്രീം കോടതി കൺവിൻ ചെയ്യുന്നത്. അപ്പം ഒരു ചീഫ് ജസ്റ്റിസും അതിൻ്റെ കൂടെ 7 വേറെ ജഡ്ജസുമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അതിങ്ങനെ ടൈം ടു ടൈം പാർലമെൻറ്റ് മാറ്റി ഇപ്പം ഒരു ചീഫ് ജസ്റ്റിസും 33 ജഡ്ജുമാണ് ഉള്ളത്. ഇപ്പം കൂടുതൽ കേസ് ലോഗ്സ് ഒക്കെ വരുന്നത് കൊണ്ടാണ് ഈ 33 എന്നുള്ള നമ്പർ 37 ആക്കിയത്. അത് ചീഫ് ജസ്റ്റിസിനെ ഇൻക്ലൂഡ് ചെയ്യാതെയാണ് ബാക്കി ജഡ്ജസിൻ്റെ എണ്ണം 33 നിന്ന് 37 ആക്കിയത്. അതും ഇതൊരു ഓർഡിനൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്, അല്ലാണ്ട് ഒരു പാർലമെൻറ്റ് നിയമമായിട്ടല്ല. അപ്പം ഈ ഓർഡിനൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നമ്മുടെ പാർട്ട് 5 യൂണിയൻ എന്ന് പറഞ്ഞ പാർട്ടിൽ 5 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ 5 ചാപ്റ്ററിൽ ഫസ്റ്റ് ചാപ്റ്റർ എക്സിക്യൂട്ടീവാണ്, അതായത് പ്രസിഡൻറ്റ്, പ്രൈം മിനിസ്റ്ററൊക്കെ വരുന്നത്. പിന്നെ പാർലമെൻ്റ് ആണ്, അതായത് ലോക്സഭ രാജ്യസഭ ഒക്കെ വരുന്നത്. പിന്നെ ലെജിസ്ലേറ്റീവ് പവർ ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത് 3rd ചാപ്റ്റർ. ഇതിൽ ഒരേ ഒരു ആർട്ടിക്കിളേ ഉള്ളൂ, ആർട്ടിക്കിൾ 123. ഈ ഒരു ആർട്ടിക്കിളാണ് ഓർഡിനൻസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ന്യൂസിൽ പറയുന്നുണ്ട്. അതായത് എന്താ പറയുന്നത്, സുപ്രീം കോർട്ട് ഒരു ഓർഡിനൻസ് ഇറക്കുന്നുണ്ട്. പ്രസിഡൻറ്റിന് ഓർഡിനൻസ് ഇറക്കാൻ പറ്റുന്ന ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 123 ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്ന വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതായത് 2 ഹൗസും കൺവീൻ ചെയ്യുമ്പം ഇത് ഇറക്കാൻ പാടില്ല. അതായത് 2 ഹൗസും ഇല്ലാത്ത സമയത്ത് ആണ് ഈ ഒരു ആർട്ടിക്കിൾ ഇറക്കുക. പിന്നെ ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 വീക്കാണ്. പാർലമെൻറ്റ് കൺവീൻ ചെയ്ത് കഴിഞ്ഞിട്ട് 6 വീക്ക്. അപ്പോൾ യൂഷ്വലി ഇതിൻ്റെ ഒരു വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം 6 വീക്കാണ് പറയുന്നത്. ഈ 6 മാസം എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു 2 പാർലമെൻറ്റ് സെഷൻ തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 6 മാസമാണ് മാക്സിമം ഉണ്ടാവുക. അപ്പോൾ ഈ 6 മാസം അത് കൂടെ അത് കൺവീൻ ചെയ്ത് കഴിഞ്ഞിട്ട് 6 വീക്ക്. അപ്പോൾ കൺവീൻ ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര വാലിഡിറ്റി ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 വീക്കാണ് ആൻസർ വരിക. അല്ലാണ്ട് ഉള്ളത് 6 മാസം 6 വീക്ക്. അപ്പോൾ ഈ 6 വീക്കിൻ്റെ ഉള്ളിൽ പാർലമെൻറ്റ് ഒരു ഡിസിഷൻ എടുക്കണം. പിന്നെ പ്രസിഡൻറ്റിന് എപ്പോൾ വേണമെങ്കിൽ ഇത് വിഡ്രോ ചെയ്യാം. ഇതാ കണ്ടോ, ക്യാൻ വിഡ്രോ ദ ഓർഡിനൻസ് അറ്റ് എനി ടൈം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഇതൊക്കെയാണ്. പ്രസിഡൻറ്റിന് എപ്പോൾ വേണമെങ്കിൽ ഓർഡിനൻസ് വിഡ്രോ ചെയ്യാം. അതുപോലെ ഇത് 6 മാസം 6 വീക്കിൻ്റെ ഉള്ളിലാണ് വരുന്നത്, അതും ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ 123 ചാപ്റ്റർ 3 ഓഫ് പാർട്ട് 5 ഓർഡിനൻസിനെ കുറിച്ചുള്ളത്. അതുപോലെ ഗവർണറുടെ ഓർഡിനൻസ് പവർ ഉണ്ട്. അതായത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ ഗവർണറിന് നിയമം ഉണ്ടാക്കാനുള്ള പവർ, അത് 213 ഇതൊന്ന് മാറ്റിയിട്ടാൽ മതി.